പേരിലെ പുതുമ കഥയിലും, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ, ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ തൊടുന്ന ഒരു സിനിമയായി ഇത് മാറും. ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആടുജീവിതമൊക്കെ വരുമ്പം ഇത്തരം ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ പുതിയ ജനറേഷൻ കാണുമോ. അമ്മ എന്നുള്ള ഈ പേര് പലരും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് അമ്മ? മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ 2 അക്ഷരമാണ് അമ്മ. സത്യത്തിൽ അധികം ആരും ഉപയോഗിക്കാത്ത, യൂസ് ചെയ്യാത്തൊരു വാക്കാണ് അമ്മും ആയും. നമ്മളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകളല്ല, എങ്കിലും അതാണ് നമ്മൾ എന്ന് ഉള്ള പേരിട്ടിരിക്കുന്നത്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ള പേരിട്ടിരിക്കുന്നതെന്ന്. കൂടാതെ പേരിലെ പുതുമ കഥയിലും, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ, ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്. അതുകൊണ്ട് എന്തായാലും കഥയിലും അതിൻ്റേതായ പുതുമയുണ്ട്. ആ പുതുമ തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും ഗോപി സുന്ദറും എനിക്ക് തോന്നുന്നു ചെന്നൈ മുതലുള്ള ബന്ധമാണ്. സിബി സാറിൻ്റെ ഫ്ലാഷ് എന്ന സിനിമയിലൂടെ ഗോപി അന്ന് തുടങ്ങിയ ബന്ധത്തിലൂടെയാണ് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ ജമുന പ്യാരി മുതൽ ഗോപിയുടെ കൂടെയാണ്. കാരണം എനിക്ക് ഗോപിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യത്തിൽ മെലഡിയോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പഴയ പാട്ടുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും അത് മൂളാനും ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. ഗോപിയുടെ പല പാട്ടുകളും എപ്പോഴും എനിക്ക് അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ച പാട്ടുകളാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സിനിമയുടെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നിങ്ങളുടെ കൂടെ തന്നെ, നിങ്ങളോടൊപ്പം തന്നെ കാലങ്ങളോട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ തൊടുന്ന ഒരു സിനിമയായി ഇത് മാറും. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ കഥയുടെ ഒരു ഔട്ട്ലൈൻ എനിക്കറിയാം. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഏറെക്കാലം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ ആ സിനിമയും ഉണ്ടാവും, ആ കഥയുണ്ടാവും, ആ കഥാപാത്രങ്ങളുണ്ടാവും. ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഒരു തിരിച്ചുവരവിന്, നല്ല സിനിമയുടെ തിരിച്ചുവരവിന് ഈ സിനിമ ഒരു തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. ചില സിനിമകളും ചില കഥാപാത്രങ്ങളും നമുക്ക് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ഇപ്പോഴും ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ചില സിനിമകൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ, ചില കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു സിനിമയായിരുന്നു. അത്രയും മനോഹരമായിട്ടാണ് തോമസ് സാറ് നമ്മൾക്ക് പറഞ്ഞു തന്നതും ചെയ്യാൻ സാധിച്ചതും. ഒരു വാംത്തായിരുന്നു ഈ ഒരു ടീമായാലും തോമസ് സാറായാലും എല്ലാവരും, അനീഷേട്ടനായാലും നമ്മുടെ DOP അനീഷേട്ടൻ, ഗിരീഷേട്ടൻ, എല്ലാവരും വർക്ക് ചെയ്ത എല്ലാ ടീമിനോടും, കവിയേട്ടൻ, എല്ലാവരോടും ഒരു പ്രത്യേക ഒരു അടുപ്പം, ഒരു വാംത്തായിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒരു വാം തന്നെയായിരിക്കും ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആൻഡ് ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. 2-3 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഗോപിച്ചേട്ടനെ കാണുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ തരുന്ന, മ്യൂസിക്കലി ആയാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതൊരു വലിയൊരു ഹിറ്റ് എന്നല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു സിനിമ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് എൻ്റെ ഒരു ശിഷ്യനല്ല. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് വന്ന ഒരാളാണ്. എനിക്ക് അതിനിപ്പോൾ ഒരു വർഷത്തിൻ്റെ പഴക്കമുണ്ട്. സല്ലാപം എന്ന സിനിമയിലാണ് ഞാൻ അസോസിയേറ്റും എൻ്റെ തൊട്ട് പിന്നെ തോമസും ഒക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഞാൻ കാഴ്ചയിലേക്ക് എത്തിയപ്പോൾ തന്മാത്രയിലൂടെ പളുങ്ക് ഈ സിനിമകളിലൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പം തോമസിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും, ഈവന്തോ ആടുജീവിതത്തിൽ പോലും ഞങ്ങൾ ഒരു 2 മാസം കോവിഡിൻ്റെ ഒരു ക്വാറൻറ്റൈനിൽ കിടന്നപ്പോഴും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ ഓർക്കുകയാണ്. തോമസിൻ്റെ ഒരു നല്ലൊരു പ്രോജക്റ്റ്. കാരണം തോമസ് ചെയ്യുന്ന എല്ലാ സിനിമയുടെയും കഥകളെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാനും ഈ പേര് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ മലയാളം നമ്മൾ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
ഈ അക്ഷരം എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത് പലരും മറന്നു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എവിടെ പോയാലും ആ എന്നുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതാരുടെയും കുഴപ്പമല്ല, കാരണം നമ്മൾ ചില കാര്യങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഒരു അമ്മ എന്നുള്ള ഇതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആടുജീവിതമൊക്കെ വരുമ്പം ഇത്തരം ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ പുതിയ ജനറേഷൻ കാണുമോ? പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തെളിയിച്ചൊരു സിനിമയാണ് ആടുജീവിതം. എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യം കൂടെയാണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധങ്ങളെയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നുള്ളത് ശക്തമായി നമ്മൾ തെളിയിക്കുന്നതാണ്, അല്ലേ? നമ്മളുടെ സിനിമ കാണുമ്പോൾ ചിരിക്കുന്നു, കരയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സിനിമയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അങ്ങനെ ചേർന്ന് ഒരിക്കലും തിയേറ്ററിൽ ഉപേക്ഷിക്കപ്പെടുന്നതായിരിക്കരുത്. അതുകൊണ്ട് അതിന് എല്ലാവിധമായ ആശംസകളുമാണ്. പ്രത്യേകിച്ച് തോമസിൻ്റെയും ടീമിൻ്റെയും ഗോപിയുടെയും ഒക്കെ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ഈ പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് വന്ന പ്രധാനപ്പെട്ട ഒരുപാട് ഫീഡ്ബാക്ക് വന്നു. എല്ലാ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. കോമൺ ആയിട്ട് വന്നൊരു എലമെൻറ്റ് ഈ പേരിലെ പ്രത്യേകതകൾ തന്നെയാണ്. അതായത് വളരെ എന്താണ് ഡിഫറൻസ്, ഒരു വെറൈറ്റി ഇതുവരെ വന്നിട്ടില്ല. അക്ഷരമാലയിലെ അടുപ്പിച്ച് 2 അക്ഷരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കാണാതെ എന്തായാലും ഇങ്ങനൊരു പേരിടില്ല. അപ്പോൾ ചിലതൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളൊരു അഭിപ്രായം വന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളത് സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഞങ്ങളൊരു 1-2 പ്രിവ്യൂ വെച്ചു. കാരണം ഈ ഇതിന് എഡിറ്റ് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ്, സെൻസറിന് പോകുന്നതിന് മുമ്പ് പ്രിവ്യൂ വെച്ച് ഞങ്ങൾ പല പ്രായത്തിലുള്ള പല ജോണർ പടങ്ങൾ ഇഷ്ടമുള്ള പല ജെൻഡർ ആളുകളെ വെച്ചിട്ട് ഒരു പ്രിവ്യൂ വെച്ചു, കുറച്ച് പേരെ വെച്ചിട്ട്. അപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ജനറൽ കമൻറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്, വ്യത്യസ്തമായൊരു കഥയാണ്, കൊള്ളാം, ഇഷ്ടപ്പെടുന്ന പോലെ മലയാള സിനിമ ഇതൊരു പറയാത്തൊരു പ്രമേയമാണ്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ചു. സ്വാഭാവികമായിട്ടും സന്തോഷിപ്പിക്കും. കാരണം ആ ഫിലിം മേക്കേഴ്സ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് പ്രശ്നമായി തുടങ്ങും. കാരണം നമ്മൾ ഇതിൻ്റെ വന്ന വഴികളറിയാം, ഇനി ഇത് പോകാൻ പോകുന്ന വഴികളറിയാം. ഇതൊരു ഇവല്യൂഷൻ ആണല്ലോ, ഈ കഥ തന്നെയാണെങ്കിൽ ഇവോൾവ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് പോകും. അപ്പോൾ ഈ പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ തരുന്ന ഫീഡ്ബാക്കിലൂടെയാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് വർക്കായോ നല്ല രീതിയിൽ ഇമോഷൻസ് വർക്കാണോ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വന്നൊരു എലമെൻറ്റ് വെറൈറ്റി എന്നുള്ളൊരു സംഭവമാണ്. അതായത് ഇതുവരെ കേൾക്കാത്ത ഡിഫറൻസ് അതിൽ വന്നു എന്നുള്ളതാണ്. സോ എന്ന് പറഞ്ഞു പറയുമ്പോൾ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെയാണ് ഈ പടം പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ശരിക്കും ഒരുപാട് സീൻസ് എനിക്ക് ഒരുപാട് മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ ഇമോഷണലി ഇൻവോൾവ് ചെയ്തൊരു സിനിമയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഭദ്രാരജൻ ഉണ്ട്, ഇവിടെ അദ്വൈത പത്മകുമാർ, ഇവിടെ എല്ലാവരും പാടിയിട്ടുണ്ട്, സെബ ആൻഡ് ലോട്ട് ഓഫ് അതർ സിംഗേഴ്സ്. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും താങ്ക്ഫുള്ളായിട്ട് ഇവിടെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ തോമസ് ജി, നമ്മളിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടാണ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. നമ്മളെ ക്രിയേറ്റീവ് ഫ്രീഡം മാക്സിമം തരുന്നൊരു ഡയറക്ടറാണ്. ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഒരുപാട് പടം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത വർക്കുകളൊക്കെ നമ്മൾ തന്നെ വിളിക്കുക, നമുക്ക് വിളിച്ചടക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോജക്റ്റ്. ഭയങ്കര ഇമോഷണൽ ഡ്രൈവാണ് സിനിമ തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് അടിച്ചുപൊളി പടങ്ങളൊക്കെ കാണുന്നൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്കിലുള്ളൊരു സിനിമ കാണാൻ കഴിയുന്ന ഫാമിലിയായിട്ട് പോയി എല്ലാവരും തിയേറ്ററിൽ ചെന്ന് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു.